الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور സഹോദരന്മാരെ സഹോദരികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്ന് ഉണർത്തുന്നു. നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളും മുവഹ്ഹിദുകളുമായി ജീവിക്കുവാനും മരണപ്പെടുവാനും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഞാൻ ഓതിവെച്ച വചനം സൂറ ആല ഇംറാനിലെ 185-ാമത്തെ വളരെ പരിചിതമായ ഒരു വചനമാണ്. മനുഷ്യർക്കിടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ലാത്ത, എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന, എല്ലാവരും ഒരുപോലെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന അള്ളാഹുവിന്റെ അലംഘനീയമായ തീരുമാനമാണ് മരണം എന്നുള്ളത്. അതിലേക്ക് വെളിച്ചം വീശുന്ന വചനമാണത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ദേഹവും മരണം ടേസ്റ്റ് ചെയ്യും, രുചിച്ചു നോക്കുക തന്നെ ചെയ്യും എന്നാ ഖുർആൻ പറയുന്നത്. ഈ പ്രയോഗം മരണം രുചിച്ചു നോക്കുക, അനുഭവിച്ചറിയുക എന്നുള്ള പ്രയോഗം വിശുദ്ധ ഖുർആനിൽ 3 സ്ഥലങ്ങളിൽ നമുക്ക് കാണാം. ഒന്ന് ഈ വചനമാണ്, ആല ഇംറാനിലെ ഈ 185-ാമത്തെ വചനം. ഇനി രണ്ടുള്ളത്, ഒന്ന് സൂറത്തുൽ അംബിയായിലെ 35-ാമത്തെ വചനം, വേറൊന്ന് സൂറത്തുൽ അൻകബൂത്തിലെ 57-ാമത്തെ വചനം. ഈ 3 വചനങ്ങളിലാണ് ദാഹിഖത്തുൽ മൗത്ത് എന്ന പ്രയോഗം നമുക്ക് കാണാൻ കഴിയുന്നത്. മരിക്കുന്നവരാണ് എന്നല്ല പറഞ്ഞത്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. മരണപ്പെട്ടു പോയ ആരും നമ്മുടെ അടുക്കൽ വന്നിട്ട് മരണത്തിന്റെ രുചി ഇന്നതാണെന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല, പറഞ്ഞു തരാൻ കഴിയുകയുമില്ല.
അപ്പൊ പിന്നെ നമ്മൾ ഓരോരുത്തരും അത് രുചിച്ചു നോക്കേണ്ടി വരും എന്നുള്ള ആ ബോധത്തോടെ ആ രുചി നല്ലതായി തീരുവാനുള്ള ശ്രമമാണ് നടത്തേണ്ടത് എന്നാണ് ആ പ്രയോഗത്തിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും ഗ്രഹിക്കാനുള്ളത്. എന്നാൽ അതോടുകൂടി അങ്ങ് തീരുന്നുവോ? ഇല്ല. എങ്കിൽ എത്ര എളുപ്പമായാലും ഈ ദുന്യാവ്, ഇവിടുത്തെ ജീവിതം, കുടുംബം, പ്രാരാബ്ദങ്ങൾ, ബുദ്ധിമുട്ട്, രോഗങ്ങൾ, പ്രശ്നങ്ങൾ, കെടുതികൾ, അങ്ങനെ എന്തെല്ലാമാണ് പരാജയങ്ങൾ, ഇങ്ങനെ എന്തെല്ലാമാണ് ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഇതൊന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് അങ്ങ് പോകാമായിരുന്നുവല്ലോ എന്ന് ആശ്വസിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ആശ്വസിക്കാനാവില്ല. കാരണം എവിടൊക്കെ മരണത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ, ഈ 3 വചനങ്ങളല്ലാത്ത എത്രയോ സ്ഥലങ്ങളിൽ മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ അതോടുകൂടി അവസാനിപ്പിക്കാതെ നിങ്ങൾ നമ്മളുടെ അടുക്കലേക്ക് മടക്കപ്പെടും എന്ന് പറയുന്ന ഭാഗം നമുക്ക് കാണാം. നിങ്ങളുടെ റബ്ബിന്റെ അടുക്കലേക്ക് മടക്കപ്പെടും എന്ന് പറയുന്ന ഭാഗം കാണാം. അപ്പൊ ഇതൊക്കെ എന്താണ്? ആ ഒരു രൂപത്തിലുള്ള പ്രയോഗം. അങ്ങനെ അങ്ങോട്ട് തീരൂല. ശരിയായ ജീവിതം തുടങ്ങുന്നതേ ഉള്ളൂ. അന്ന് എന്ത് വേണം? അതാണ് ഈ സൂറ ആല ഇംറാനിലെ ഈ വചനത്തിന്റെ ബാക്കി ഭാഗം പറയുന്നത്. ഖിയാമത്ത് നാളിലാണ് നിങ്ങളുടെ പ്രതിഫലങ്ങൾ, അധ്വാന ഫലങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായും നൽകപ്പെടുന്നത്. അന്ന് മാത്രമായിരിക്കും, അതിനു മുമ്പ് ലഭിക്കാൻ പോകുന്നില്ല. അന്ന് എന്ത് വേണം? നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്താൽ അവൻ വിജയിച്ചു. ഈ വിജയമാണ് മരണാനന്തര ജീവിതത്തിലെ ലക്ഷ്യം. അതായിരിക്കണം ലക്ഷ്യം. ആ വിജയം കരസ്ഥമാക്കണമെങ്കിൽ ഒരുപാട് അധ്വാനിക്കേണ്ടി വരും. സൽക്കർമ്മങ്ങൾ ഒരുപാട് വാരിക്കൂട്ടേണ്ടി വരും. ദുഷ്കർമ്മങ്ങളിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വരും. പരിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ മനസ്സാ വാച കർമ്മണ ഉൾക്കൊള്ളേണ്ടി വരും. ദാനധർമ്മങ്ങൾ ചെയ്യേണ്ടി വരും. ബന്ധങ്ങൾ ചേർക്കേണ്ടി വരും. നല്ല സമീപനങ്ങൾ ഉണ്ടാകേണ്ടി വരും. അങ്ങനെ അങ്ങോട്ട് പരത്തി പറഞ്ഞാൽ ഒരുപാട്. അപ്പൊ ആ കർമ്മഫലം ആയിരിക്കണം നമുക്ക് ലഭിക്കുന്നത്. ഈ പറഞ്ഞ ഒരു ലക്ഷ്യം നമുക്കുണ്ടാകണം. അതുപോലെ ഐഹിക ജീവിതം എന്ന് പറയുന്നത് വഞ്ചനയുടെ വിഭവമാണ് എന്നുകൂടി പറഞ്ഞിട്ടാണ് ആ വചനം അവസാനിക്കുന്നത്. ആകട്ടെ, ഇപ്പൊ മരണം എന്നുള്ളത് ഒരു അലംഘനീയമായ കാര്യമാണ്. അതിൽ പ്രായഭേദമില്ല. കുട്ടിയെന്നില്ല, വിദ്യാർത്ഥിയെന്നില്ല, ചെറുപ്പക്കാരനെന്നില്ല, ചെറുപ്പക്കാരിയെന്നില്ല, മധ്യവയസ്കനെന്നില്ല, വയസ്സനെന്നില്ല, വയസ്സിയെന്നില്ല, ലിംഗഭേദമില്ല, തൊഴിലാളി മുതലാളി ഇല്ല. അതുപോലെ ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും ഒരുപോലെ. ഒരു രാജ്യത്തിന്റെ ഭരണത്തലവനെന്നോ അവിടുത്തെ ഭരണീയരെന്നോ ഉള്ള വ്യത്യാസമില്ല. ഒരു സ്ഥാപനത്തിന്റെ മേധാവി എന്നോ അവിടുത്തെ ജോലിക്കാരോ എന്നുള്ള വ്യത്യാസമില്ല. അത് എല്ലാവർക്കും ഒരുപോലെയാണ്. അത് എവിടെയാണ്, എങ്ങനെയാണെന്നൊന്നും കൂടി നമുക്ക് ആർക്കും അറിയാൻ കഴിയില്ല. നമ്മൾ എന്തെല്ലാം കേൾക്കാറുണ്ട്. ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ മരണപ്പെട്ടു, കാർ ഓടിച്ചുകൊണ്ടിരിക്കെ മരണപ്പെട്ടു, ബസ് ഓടിച്ചുകൊണ്ടിരിക്കെ മരണപ്പെട്ടു, പിന്നെ മണ്ണിനടിയിൽ വെച്ച് മരണം, കുളിക്കാനിറങ്ങുമ്പോൾ മരണം. ഇങ്ങനെ എത്രയാണ്. അവിടെ ഒന്നും പ്രായഭേദമില്ല. രോഗിയെന്നോ പിന്നെ രോഗമില്ലാത്തവനെന്നോ ഉള്ള വ്യത്യാസമില്ല. എല്ലാവരും. അതെവിടെയാണെന്നറിയില്ല. അയിനമാ തഖൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ. നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നിങ്ങളെ പിടികൂടും. അത് കെട്ടി ഉയർത്തപ്പെട്ട വലിയ കോട്ടകൾക്കുള്ളിലായിരുന്നാലും ശരി. നീ ഓടിയകലാൻ കഴിയുമോ? ഒരിക്കലും ഓടിയകലാൻ കഴിയില്ല. ഒരല്പസമയം കൂടി തരാൻ ആവശ്യപ്പെട്ടാൽ കിട്ടുമോ? ഇതൊന്നുമില്ല. ഇതൊക്കെ ഖുർആൻ ഒരുപാട് പറഞ്ഞത്, ഒരുപാട് നമ്മൾ കേൾക്കുന്നതാണ്. എവിടെ വെച്ച് മരിക്കും, എങ്ങനെ മരിക്കും അറിയില്ല. ഉറപ്പാണ് മരിക്കും എന്നുള്ളത്. ഓരോ മരണവാർത്തകൾ അങ്ങനെയാണ് നമ്മളെ തേടി വരുന്നത്. ഇപ്പൊ ഇന്നൊരു മരണവാർത്ത നമ്മളുടെ അടുക്കലേക്ക് വന്നു. മറ്റാരുമല്ല, നമ്മുടെ ഈ സെൻട്രൽ ജുമാ മസ്ജിദിൽ 20 വർഷമായി മുഅദ്ദിനായി സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന 50 വയസ്സിന് മീതെ മാത്രം പ്രായമുള്ള നമുക്കൊക്കെ സുപരിചിതനായ ഷാജഹാൻ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് സഹോദരൻ. അദ്ദേഹം ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം. ഈ പള്ളിയിൽ തന്നെ പലരുടെയും മയ്യത്ത് കൊണ്ടുവന്നപ്പോൾ ഇവിടെ വന്ന് കുളിപ്പിച്ച് തരുന്ന, കഫൻ പൊതിഞ്ഞു തരുന്ന, ഒരുപാട് മനുഷ്യന്മാരുടെ മയ്യത്ത് കുളിപ്പിച്ചിട്ടുള്ള,
കഫം പൊതിഞ്ഞിട്ടുള്ള, ഖബറിലേക്ക് ഇറക്കാൻ സഹായിച്ചിട്ടുള്ള, അവിടെ നിന്ന് തസ്ബീഹത്തിന് തുടക്കം കുറിക്കുന്ന, നമ്മളൊക്കെ കണ്ട് അനുഭവിച്ചവരാണ് പലരും. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മയ്യത്ത് പോസ്റ്റ്മോർട്ടത്തിലാണ്. ഇനി അത് കഴിഞ്ഞ് ആ മയ്യത്ത് കുളിപ്പിക്കണം, അത് കഴിഞ്ഞ് കഫം പൊതിയണം, അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഖബറടക്കണം. ഇന്നലെ രാത്രി വരെ വളരെ സജീവമായി ഉണ്ടായിരുന്ന ഒരു വ്യക്തി, പള്ളിയിലെ ജോലിക്കാരനാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്, എന്തൊക്കെ ചെയ്യണമെന്ന് ഇന്നലെ തന്നെ കണക്കൂട്ടി വെച്ചിട്ടുണ്ടാവും. സാധാരണ വീടുകളിൽ പോകുന്നതൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമായിരിക്കും, ചിലപ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം ആയിരിക്കാൻ പോകുന്നു. അപ്പൊ പോകുമ്പോൾ കുടുംബത്തിന്, കുട്ടികൾക്ക് എന്തൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെ മനസ്സിൽ ആലോചിച്ച് വെച്ചിട്ടുണ്ടാവും. പക്ഷേ സുബഹി നമസ്കാരത്തിനും ബാങ്ക് കൊടുക്കാൻ ആളിനെ കാണാതെയായപ്പോൾ സഹപ്രവർത്തകനായിട്ടുള്ള പണ്ഡിതൻ ഫോൺ ചെയ്തിട്ട് ഫോൺ ഇങ്ങനെ ബെല്ലടിക്കുന്നു. താമസ സ്ഥലത്ത് എന്ന് നോക്കുമ്പോൾ ഫോൺ ഇരുന്ന് ബെല്ലടിക്കുന്നുണ്ട്, ആളിനെ കാണാനില്ല. അവസാനം ബാത്റൂം ചവിട്ടി തുറന്ന് നോക്കുമ്പോൾ ചേതനയറ്റ ശരീരം. നമ്മുടെ തൊട്ടടുത്ത് നമുക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരു സുഹൃത്തിന്റെ മരണമാണ് ഞാൻ ഈ പറഞ്ഞത്. അത്രയേ ഉള്ളൂ. ഇവിടെ നിന്ന് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനിത് പറഞ്ഞു തീർക്കുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ഇതേപോലെ അവസാനം വരെ കേട്ടുകൊണ്ടിരിക്കും, അത് കഴിഞ്ഞ് വീട്ടിൽ പോകുമെന്ന് ഉറപ്പില്ല. അത്രയേ ഉള്ളൂ പ്രിയമുള്ളവരെ, നമ്മൾ അത്രയേ ഉള്ളൂ, അതിനേ ഉള്ളൂ. എന്ത് സമ്പത്തുണ്ടായിട്ടും കാര്യമില്ല, എന്ത് പദവികൾ ഉണ്ടായിട്ടും കാര്യമില്ല, ഏത് മേഖലയിലെത്തിയിട്ടും കാര്യമില്ല, ഏത് തലത്തിലായിരുന്നിട്ടും കാര്യമില്ല. അത്രയേ ഉള്ളൂ. അതിന് പ്രായമില്ല. വിദ്യാർത്ഥികൾ ഒരുപാട് എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്, അവരോടും കൂടിയാണ് ഞാൻ ഇത് പറയുന്നത്. അതിന് പ്രായമില്ല. നമ്മുടെ ജീവിതം തൊലച്ചു കളയാതിരിക്കുക, അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ വിനിയോഗിച്ച് നശിക്കാതിരിക്കുക. അവരോട് മാത്രമുള്ളത്, യുവാക്കളോട് മാത്രമുള്ള ഒരു വസീയത്താണ്, ഒരു ഉണർത്തലാണ്, ഒരു ഉപദേശമാണ്. ഇത്രയേ ഉള്ളൂ. നമ്മളൊക്കെ എന്തൊരു പ്രതീക്ഷയോടുകൂടി ആയിരിക്കും നിങ്ങളെയൊക്കെ നിങ്ങളുടെ മാതാപിതാക്കൾ വളർത്തിക്കൊണ്ടുവന്നത്, ഒരു സ്ഥാപനത്തിൽ പഠിക്കാൻ കൊണ്ടുവന്ന് ചേർക്കുന്നത്. ആ സ്വപ്നം സാക്ഷാത്കരിക്കാതെ ലഹരിക്കടിമപ്പെട്ടോ മോശമായ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ചോ ആ പ്രതീക്ഷ തകർത്ത് കളഞ്ഞാൽ എന്തായിരിക്കും ആ മാതാപിതാക്കളുടെ അവസ്ഥ? തീരുന്നില്ല. നമ്മളൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. അതാണ് നേരത്തെ പറഞ്ഞത്, അവിടെയാണ് പ്രശ്നം. അപ്പൊ ഈ മരണം എന്നുള്ളത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഒക്കെ പേര് മറ്റൊന്നാണ്, മയ്യത്ത് എന്നാണ്. വേറൊരു പേരും ആരും പറയാറില്ല. മയ്യത്തെപ്പോഴാ എടുക്കുന്നത്, മയ്യത്തെപ്പോഴാ ഖബറടക്കുന്നത്, ഇതല്ലാതെ ആരുടെയും പേര് പറഞ്ഞ് എപ്പോഴാ എടുക്കുന്നത്, എപ്പോഴാ അടക്കുന്നത് എന്ന് ആരും ചോദിക്കാറില്ല. ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറേണ്ടവരാണ് എന്നുള്ള ബോധമുണ്ടാകണം. അങ്ങനെ മാറുമ്പോൾ നാം ഇവിടെ അലങ്കരിച്ച പദവിയോ, ഇവിടെ ഉണ്ടായിരുന്ന സമ്പത്തോ, സ്ഥാനമാനങ്ങളോ, രാഷ്ട്രത്തലവനായിരുന്നു എന്നുള്ള ഒരു അവസ്ഥയോ, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒന്നും ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ അടുക്കൽ പരിഗണിക്കപ്പെടുന്ന ഒരേ ഒരു വിഷയം, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും അധികം ആദരിക്കപ്പെടുന്നവൻ നിങ്ങളിൽ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചവനാരോ അവനായിരിക്കും. അതാരായിരുന്നാലും ശരി. അങ്ങനെ ഒരു സംഭവം നമ്മൾ നടന്നു കഴിഞ്ഞാൽ, മരണപ്പെട്ടു കഴിഞ്ഞാൽ കുളിപ്പിക്കുക, കഫം പൊതിയുക, നമസ്കരിക്കുക എന്നുള്ളത് ഫർള് കിഫായായ കാര്യമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതോട് ചേർത്ത് ചില കാര്യങ്ങൾ, മരണത്തിന്റെ ഭീകരതയോ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്ന് ഓർമ്മിപ്പിക്കാനല്ല, അതിലൂടെ ചില കാര്യങ്ങൾ സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. അതിലൊന്ന്, സംസ്കരണ ചടങ്ങുകൾ വളരെ വേഗമാക്കുക എന്നുള്ളത് നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. മാസങ്ങളോളം വെച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഫെബ്രുവരി 28 വധിക്കപ്പെട്ട ഒരു വ്യക്തിയെ ഇന്നലെയാണ് ഖബറടക്കിയത്. ആരാണ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം എന്നേക്കാൾ ഏറെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുണ്ടായ ചില കാര്യങ്ങളാണ് ഈ സന്ദർഭത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്. സംസ്കരണ ചടങ്ങുകൾ പെട്ടെന്നാക്കുക എന്നുള്ളത് പ്രവാചകൻ പഠിപ്പിച്ച ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, യാ അലി സലാസ്, അല്ലയോ അലി, 3 കാര്യങ്ങൾ ലാ യുഅഖർ
അത് മാറ്റിവെക്കാൻ പാടില്ല, ചിന്തിച്ചു കൊണ്ടുപോകാൻ പാടില്ല. ഒന്ന്, അസ്സലാത്തു ഇദാ അത്തത്, നമസ്കാരം സമയമായാൽ അത് ബന്ധിക്കരുത്. ഇദാ അത്തത്തിൽ വൽ ജനാസ ഇദാ ഹളറത്, ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ ജനാസ ഖബറടക്കുന്നതിന് സംസ്കരിക്കുന്നതിനും വൈകരുത്. വൽ അയ്യിമ ഇദാ വജദത് കുഫുവൻ, ഒരു അവിവാഹിതയായ പെൺകുട്ടിക്ക് അനുയോജ്യനായ വരനെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അത് വെച്ച് വൈകിക്കരുത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല കോലങ്ങൾ നമ്മൾ കാണാം. ഞാൻ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ അത് വൈകിക്കാതെ ആ വിവാഹം നടത്തി കൊടുക്കുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി 3 കാര്യം ഇവിടെ പറഞ്ഞത്. അതിലൊന്ന് ജനാസയുടെ സംസ്കരണമാണ്. ഹുസൈൻ ഇബ്നു വഹബ് എന്ന് പറയുന്ന സഹാബി പറയുന്ന ഒരു സംഭവമുണ്ട്. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൽഹത്ത് ഇബ്നു ബർറാ എന്ന് പറയുന്ന തന്റെ സന്തത സഹചാരിയായ സഹാബി രോഗഗ്രസ്തനായി കിടക്കുമ്പോൾ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി വന്നു. രോഗസന്ദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റനുചരന്മാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, തൽഹത്ത് മരണം ആസന്നമായതായി ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ വിവരം നിങ്ങൾ എന്നെ അറിയിക്കണം. എന്നിട്ട് പറഞ്ഞു, വഅജ്ജിലു, അദ്ദേഹത്തിന്റെ സംസ്കരണം ശേഷക്രിയ വളരെ വേഗം ചെയ്യണം. എന്നിട്ട് പറഞ്ഞതാണ്, ഫഇന്നഹു ലാ യംബഗി ലിജീഫത്തി മുസ്ലിമിൻ അൻ യഹ്ബിസ ബഅദ ലഹ്റൈ അഹ്ലിഹി. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിച്ച ഒരു ഹദീസാണ്. ഒരു മുസ്ലിമിന്റെ മയ്യത്ത് ആ കുടുംബങ്ങളുടെ ഇടയിൽ വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ഭൂഷണമായ കാര്യമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞുകൊണ്ട് പോയി എന്ന് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയുന്നു. അപ്പൊ പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതാണ് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ള കാര്യം. ഇനി ഏതെങ്കിലും അടുത്ത ബന്ധുക്കളോ അതുപോലുള്ള ആളുകളോ എത്തിപ്പെടേണ്ട ഒരു നിർബന്ധിതമായ അവസ്ഥ ഉണ്ട് എങ്കിൽ അതിനാകാം എന്ന് പറയാമെന്നല്ലാതെ ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അത് ആ കുടുംബത്തിൽ വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ആ കുടുംബക്കാരെ സംബന്ധിച്ചിടത്തോളം താങ്ങാനാവുന്നതിലും അപ്പുറമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. പരിശുദ്ധ ഇസ്ലാം എല്ലാ കാര്യത്തിനും ഒരു ചിട്ടയും വ്യവസ്ഥയും ഒക്കെ നിശ്ചയിച്ചു തന്നിട്ടുണ്ട്, നിയമം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അത് പാലിക്കാൻ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. അപ്പൊ മരണവാർത്ത അറിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഒന്ന് ഇസ്തിർജാഅണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയലാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെ ഒക്കെ എഴുതി വിടുകയൊക്കെ ചെയ്യാറുണ്ട്. അതിന്റെ സാങ്കേതിക വശങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. അത്രയെങ്കിലും ചെയ്യുന്നുണ്ടെന്നോ എന്ന് സമാധാനിക്കട്ടെ. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു മനുഷ്യന് മരണം പോലെയുള്ള എന്തെങ്കിലും ഒരു വിപത്ത് ബാധിച്ചിട്ട് അവൻ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുകയും അല്ലാഹുമ്മ ആജിർനി ഫീ മുസീബത്തി വഖ്ലുഫ് ലി ഖൈറൻ മിൻഹാ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്താൽ, അല്ലാഹുവേ ഈ മുസീബത്തിൽ എനിക്ക് നീ അഭയം നൽകണേ, ഇതിന് നല്ലത് പകരം നൽകണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്താൽ, ഇല്ലാ ആജറഹുല്ലാഹു ഫീ മുസീബത്തിഹി, അവന് ബാധിച്ച ആ മുസീബത്തിൽ നിന്ന് അല്ലാഹു അഭയം നൽകുകയും വഅഖ്റഫ ലഹു ഖൈറൻ മിൻഹാ, അതിൽ ഉത്തമമായ അല്ലാഹു പകരമായി നൽകുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു ചെറിയ കാര്യമല്ല ഈ പറഞ്ഞത്, ഒരു ഓളത്തിന് പറയേണ്ട വാക്കല്ല ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളും അങ്ങോട്ട് തന്നെ പോകാനുള്ളവരെന്നാണ് ആ പറയുന്നതിന്റെ അർത്ഥം. അതെങ്കിലും ഒന്ന് മനസ്സിലാക്കണ്ടേ. ആ പോയ മനുഷ്യൻ മാത്രമല്ല, ഞാനും അങ്ങോട്ട് പോകാനുള്ളവനാണ്, നമ്മളും അങ്ങോട്ട് മടങ്ങിയെത്തും എന്ന് പ്രഖ്യാപിക്കാൻ അത് കേൾക്കുമ്പോഴേ, അല്ലാതെ മരണത്തെ സന്തോഷിക്കുകയല്ല, സന്തോഷിക്കുന്ന വാക്കേ അല്ലത്, സന്തോഷിക്കാനും പാടില്ല ആരുടെ മരണത്തിലും. അപ്പൊ എന്താണ് ഇവിടെ? അള്ളാഹുവിന്റെ വിധിയിൽ സമാധാനിച്ചുകൊണ്ട് ശുഭാപ്തി വിശ്വാസത്തോടെ ക്ഷമ കൈക്കൊണ്ട് അതിനെ അതിജയിക്കുക എന്നുള്ളതാണ് ഈ പ്രാർത്ഥനയും അതുമായി ബന്ധപ്പെട്ടതും ഒക്കെ പഠിപ്പിക്കുന്നത്. അതുപോലെ ഉറ്റവരും ഉടയവരും ബന്ധുക്കളുമായ ആളുകൾ മരണപ്പെടുമ്പോൾ അവരുടെ വേർപാടിൽ ഒരുപാട് ദുഃഖമുണ്ടാകും. നമുക്ക് താങ്ങാനാകാത്ത ദുഃഖമുണ്ടാകും. ദുഃഖമില്ലെങ്കിൽ അവൻ മനുഷ്യനല്ല, ദുഃഖിക്കും, ദുഃഖിച്ചേ പറ്റൂ. പക്ഷെ ആ ദുഃഖം അതിര് വിടുക, അത് ഇസ്ലാം അംഗീകരിക്കാത്ത കാര്യമാണ്.
വലിയ നീണ്ട വിലാപയാത്ര. അപ്പൊ നമ്മൾ കണ്ടതാണ്, ലോകത്ത് എത്രയോ രാഷ്ട്രത്തലവന്മാര് മരണപ്പെട്ടു പോകുന്നു. മറ്റുള്ളവരുടെ സംസ്കാരം നമ്മൾ ഒരിക്കലും എടുക്കാൻ പാടില്ല. ഇസ്ലാമിന്റെ ഒരു സംസ്കാരമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചു 3 ദിവസമാണ് ആകെ മയ്യത്തവിടെ വെച്ചത്. അടുത്ത ആളിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ കൊണ്ട് അങ്ങ് നീണ്ടുപോയതാ. ഒരു വിലാപയാത്രയും നടത്തി നമ്മൾ കണ്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. ഉമർ റളിയല്ലാഹു അൻഹു ഒരു വിലാപയാത്ര നടത്തിക്കൂടായിരുന്നു? നടത്തിയില്ല. ആര് നടത്തിയതായി നമുക്ക് കാണില്ല. ഈ അടുത്ത കാലങ്ങളിലായി സൗദി അറേബ്യ പോലെയുള്ള UAE പോലെയുള്ള രാഷ്ട്രങ്ങളിലെ രാഷ്ട്രത്തലവന്മാർ മരണപ്പെട്ടിട്ട് സാധാരണ മനുഷ്യരെ കൊണ്ടുപോയി അടക്കുന്നത് പോലെ കൊണ്ടുപോയി അടക്കി മണിക്കൂറുകൾക്കകം ഒരു വിലാപയാത്രയോ ഇതുപോലെ നെഞ്ചത്തടിച്ചോ മാറത്തടിച്ച് കരഞ്ഞോ ഒരു മ്യൂസിക് വെച്ചുകൊണ്ടോ ഇടയ്ക്കിടയ്ക്ക് ഖുർആൻ ഓതിക്കൊണ്ടോ ഉള്ള ഒരു യാത്ര നമ്മൾ കണ്ടിട്ടില്ല. അത് ഇസ്ലാമിന് പരിചയമില്ലാത്തതാണ്. അതെവിടെ നിന്ന് വന്നതാണ് എന്നുള്ളത് ആ യാത്രയിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോവുകയല്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു രൂപമല്ല. മനുഷ്യൻ മരണപ്പെട്ടാൽ, ഉറ്റവർ മരണപ്പെട്ടാൽ, നമുക്ക് പരിചയമുള്ളവർ മരണപ്പെട്ടാൽ ആരും പറയില്ല, നമ്മൾ കരഞ്ഞു പോകും. പ്രവാചകൻ കരഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പുത്രനായ ഇബ്രാഹിം എന്ന കുട്ടി മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെ കയ്യിലെടുത്തിരിക്കുമ്പോൾ സഹാബത്തിന് ആശങ്ക, റസൂല് കരയുകയോ? ഇതായിരുന്നു അവരുടെ ആശങ്ക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, ഇന്നൽ ഐന തദ്മഉ, കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകും, വൽ ഖൽബു തഹ്സൻ, ഹൃദയത്തിന് ദുഃഖമുണ്ടാകും, വലാ നഖൂലു ഇല്ലാ മാ യർദാ റബ്ബുന, നമ്മുടെ റബ്ബിന് തൃപ്തിയില്ലാത്ത ഒന്നും നമ്മൾ പറയൂല. എന്നിട്ട് പറഞ്ഞു, വഇന്നാ ബിഫിറാഖിക യാ ഇബ്രാഹിം മഹ്സൂനൂൻ, പൊന്നുമോനെ ഇബ്രാഹിമേ, നിന്റെ മരണത്തിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. ഇതായിരുന്നു പ്രവാചകൻ. സ്വന്തം മകൻ, പേരക്കുട്ടിയായ ഉമൈമ, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി ഉമൈമ, പ്രവാചകപുത്രി സൈനബ റളിയല്ലാഹു അൻഹയുടെ പുന്നാര മകൾ, ചെറിയ കുട്ടിയായിരിക്കെ മരണപ്പെട്ടു. റസൂല് ചെന്നു, കുട്ടിയെ കയ്യിലെടുത്തു. ഒരുപാട് സഹാബികൾ കൂടെ ഉണ്ട്. കരയാൻ തുടങ്ങി. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു ചോദിച്ചു, വതബ്കി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് കരയുകയോ? ഇങ്ങനെ കരയരുതെന്ന് പറഞ്ഞിട്ടില്ലേ അങ്ങ്? അപ്പൊ റസൂല് പറഞ്ഞ ഒരു മറുപടി ഉണ്ട്, ഇന്നഹാ റഹ്മത്തുൻ ജഅലഹാ അല്ലാഹു ഫീ ഖുലൂബി ഇബാദി, ഇന്നമാ യർഹമുല്ലാഹു മിൻ ഇബാദിഹി റഹമാ. ഇത് അല്ലാഹു അവന്റെ ദാസന്മാരുടെ ഹൃദയത്തിൽ സന്നിവേശിപ്പിച്ചിട്ടുള്ള കാരുണ്യമാണ്. ആ കാരുണ്യമാണ് ഈ വഴിഞ്ഞൊഴുകുന്നത്. കാരണം അള്ളാഹു കരുണയുള്ളവരോട് മാത്രമേ കരുണ കാണിക്കുകയുള്ളൂ എന്നുകൂടി പറഞ്ഞു വെച്ചു. ഇതൊക്കെയാണ് മാതൃക. ആ പ്രവാചകനാണ് പഠിപ്പിച്ചതെന്ത്? ലൈസ മിന്നാ, നമ്മിൽപ്പെട്ടവനല്ല, മൻ ലതമൽ ഹുദൂദ വശഖൽ ജുയൂബ വദആ ബിദഅവത്തിൽ ജാഹിലിയ്യ. അതിനാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത്. ലൈസ മിന്നാ, നമ്മിൽപ്പെട്ടവനല്ല. ആര്? മൻ ലതമൽ ഹുദൂദ, മുഖത്തടിച്ച് കരയുന്നവൻ മരണവേളയിൽ. വശദ്ദൽ ജുയൂബ, മാറിടം വലിച്ചു കീറുന്നവർ. പിന്നെയോ വദആ ബിദഅവത്തിൻ ജാഹിലിയ്യ, ജാഹിലിയ്യ കാലത്ത് പലതും പറഞ്ഞതുപോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക. അവര് നമ്മിൽപ്പെട്ടവനല്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഏത് മഹാനായ വ്യക്തിയുടെ പേരിൽ ഇത് നടത്തിയാലും ശരി, ഇതിനോട് യോജിക്കാൻ കഴിയില്ല. ആ വ്യക്തിയുടെ എല്ലാ വ്യക്തിത്വവും ആദരവും നിലനിർത്തിക്കൊണ്ടാണ് ഈ പറയുന്നത്, അല്ല നിഷേധിച്ചുകൊണ്ടല്ല ഈ സംസാരിക്കുന്നത്. അതാണ് ഇതിന്റെ കാഴ്ചപ്പാട്. ഞാൻ ഇങ്ങനെ വിശദീകരിക്കാൻ കാരണം ചില ചോദ്യങ്ങൾ വന്നതുകൊണ്ടാണ്. എല്ലാവരും മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ച് എന്നെ പറഞ്ഞത്. അതാണ് ഇസ്ലാം പഠിപ്പിച്ചു തന്ന മാതൃക, പ്രവാചകൻ പഠിപ്പിച്ച മാതൃക അതാ. അതുമല്ല, മഹാനായ അബൂ മൂസ റളിയല്ലാഹു എന്ന് പറയുന്നു,
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരുമായി ബന്ധം ഒഴിവാക്കിയോ അവരുമായി ഞാനും ബന്ധം ഒഴിവാക്കുന്നു. മരിച്ചവരുടെ പേരിൽ അലമുറ കൂട്ടുന്നവളും മൊട്ടയടിക്കുന്നവളും വസ്ത്രം വലിച്ചു കീറുന്നവളുമായ എല്ലാവരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബന്ധം വിച്ഛേദിക്കുന്നു എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അക്കണ്ട കാഴ്ചകളിൽ എന്താണ് നമ്മൾ കണ്ടതും കേട്ടതും? മ്യൂസിക് ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഖുർആൻ ഉണ്ട്, ഈ പറഞ്ഞതുപോലെ സ്ത്രീകൾ മുടി വലിച്ചിട്ട് നിന്നുണ്ട്, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്തിന്റെ പേരിലായിരുന്നാലും ശരി, അവർക്ക് അതിന് സ്വാതന്ത്ര്യമുണ്ട്, അതൊന്നും നമ്മൾ നിഷേധിക്കണില്ല. പക്ഷെ ഇസ്ലാമിന്റെ പേരിൽ ഇത് വെക്കരുത്. ഇസ്ലാമിന്റെ പേരിൽ ഇതിനെ പറഞ്ഞു വെക്കരുത്. ഇസ്ലാം അത് അങ്ങനെ. ഇവിടെ നമ്മുടെയൊക്കെ നാട്ടിൽ എത്രയോ ഇങ്ങനെ ശവശരീരവുമായി ജഡവുമായി ഊരി ചുറ്റുന്ന എത്രയോ സമ്പ്രദായങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. നമ്മളത് കാണുമ്പോൾ നമുക്കൊരു വിഷമമാണ്. അതിൽ ചെണ്ടമുട്ടി പോകുന്നവരുണ്ട്, ഇല്ലേ? കണ്ടിട്ടില്ലേ? നമ്മള് തുള്ളി ചാടിക്കൊണ്ടു പോകുന്നവരുണ്ട്. മയ്യത്തിന്റെ കൂടെ പോകുമ്പോൾ പഠിപ്പിച്ച മര്യാദ എന്താ? മിണ്ടാതെ പോവുക എന്നുള്ള. മയ്യത്തിന്റെ കൂടെ ഇസ്ലാം പഠിപ്പിച്ച അതാ. ജനാസയുടെ ഒപ്പം പോകുമ്പോൾ ദിക്ർ ചൊല്ലിയോ ഖുർആൻ ഓതിയോ ഒച്ച ഉയർത്താൻ പാടില്ല എന്നാണ് മതം പഠിപ്പിച്ചത്. അതിന് വിരുദ്ധമായി നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മതമല്ല. ഖുർആൻ ഓതിക്കൊണ്ടോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ടോ ശബ്ദം ഉയർത്തരുത്. പിന്നെയോ മയ്യത്തിന്റെ ഒപ്പം ഈ മയ്യത്തിനെ പോലെ ഞാൻ ഇങ്ങനെ സഞ്ചരിക്കേണ്ടവനാണല്ലോ എന്ന ബോധത്തോടെ അതിനെ അനുധാവനം ചെയ്യുക, അതിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അങ്ങനെ മൗനമായി പോവുക. അങ്ങനെ പോകൽ ഇങ്ങനെ വേണ്ടാന്ന് പറയുന്നവർ അതൊഴിവാക്കിയപ്പോൾ പിന്നെ വേറെ ചർച്ചകളും കാര്യങ്ങളും അതിനോട് യോജിക്കാൻ കഴിയില്ല. മയ്യത്തിന്റെ കൂടെ പോകുമ്പോൾ നിശബ്ദത പാലിക്കുക. ഖുർആൻ ഓതാനും ദിക്ർ ചെയ്യാനും പാടില്ല എന്ന് പഠിപ്പിച്ചാൽ മഹാനായ ഇമാം നബവി റഹിമഹുല്ലാഹ് പറഞ്ഞത് എന്താ? ഇതിന് വിരുദ്ധമായി ചെയ്യുന്നവരുടെ ആധിക്യം എത്രമാത്രം നിന്നെ അത്ഭുതപ്പെടുത്തിയാലും ശരി, നീ അത് ചെയ്യരുത് എന്നാ ഇമാം നബവി റഹിമഹുല്ലാഹ് ഷാഫി മദ്ഹബിന്റെ തർജീഹിന്റെ മുജ്തഹിദാൻ അദ്ദേഹം പറഞ്ഞു വെച്ചത്. അത്ര ആദരിക്കണ്ട. ജൂതന്റെ മയ്യത്ത് വന്നപ്പോൾ റസൂൽ എഴുന്നേറ്റ് നിന്ന് ആദരിച്ചില്ലേ? അത്ര ആദരിക്കേണ്ടതാണ് ജനാസ എന്ന് പറയാൻ. ഇങ്ങനെ ബഹളം വെച്ച് പൂവ കൂടി നല്ല മ്യൂസിക് ഒക്കെ വെച്ച് ഇടയ്ക്ക് ഒച്ച വെച്ച് അത് ഇതൊക്കെ വിളിച്ചു പറഞ്ഞ് ജാഹിലിയ കാഴ്ചപ്പാടോടുകൂടി പോകുന്നത് ശരിയല്ല എന്ന് ഇസ്ലാമാണ് പഠിപ്പിച്ച്, നമ്മളാരും പറഞ്ഞിട്ടുള്ളതല്ല, പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് എന്ന് നാം തിരിച്ചറിയുക. അപ്പൊ അതാണ് അതിന്റെ വസ്തുത. അപ്പൊ അതിങ്ങനെ ദീർഘമായ നാളുകൾ, അതോടൊപ്പം തന്നെ നീണ്ട വിലാപയാത്ര, അതോടൊപ്പം തന്നെ പുണ്യസ്ഥലങ്ങൾ എന്ന് അവരാൽ വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി, അതൊക്കെ കഴിഞ്ഞ് എത്രയോ നാടുകൾ പോയി, അങ്ങ് ഇറാനിൽ നിന്ന് ഇറാഖിൽ പോയി ഒക്കെ തിരിച്ചു വന്നതൊക്കെ നമുക്കറിയാം. ഇതൊക്കെ മതവുമായി എങ്ങനെ ബന്ധപ്പെടുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനും സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരം കാഴ്ചപ്പാടുകളോട് നമ്മൾ തന്നെ മയ്യത്തിനോട് ഏറ്റവും വലിയ ആദരവ് കാണിച്ചുകൊണ്ട്, മയ്യത്തിന്റെ ഒപ്പമാണ് ഞാൻ പോകുന്നത്, ആ മയ്യത്ത് കുളിപ്പിക്കുമ്പോഴതുണ്ടാകണം. എത്രത്തോളം മയ്യത്ത് കുളിപ്പിക്കുന്ന ഒരു വ്യക്തി ഈ മരിച്ച മനുഷ്യന്റെ ശരീരത്ത് എന്തെങ്കിലും ഐബ്, ന്യൂനത കണ്ടാൽ അത് പുറത്തു പറയാൻ പോലും പാടില്ല എന്ന് പഠിപ്പിച്ചിരിക്കുകയാണ് പരിശുദ്ധ ഇസ്ലാം. എന്താണത്? മയ്യത്തിനോടുള്ള ആദരവാണ്. ഖബറിലേക്ക് ഇറക്കുമ്പോൾ, അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു വെക്കുമ്പോൾ സാധാരണ നമ്മൾ പറയും മയ്യത്തിന് വേദനിക്കും. മയ്യത്തിന് വേദനയല്ല, മയ്യത്തിനോട് ആദരവാണ് വേണ്ടത്, എങ്ങനെങ്കിലും വലിച്ചെറിയലല്ല. ഇത്ര കൃത്യമായി പഠിപ്പിച്ചു. എന്നിട്ട് ഇതെല്ലാം കാറ്റിൽ പറത്തുന്ന നിലയിൽ ആരുടെയെങ്കിലും, അത് സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാണാൻ കഴിയുക ഷിയാക്കളിലാണ്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനോട് പ്രത്യേക സ്നേഹം പറഞ്ഞ് അത് മാത്രമാണ് ചെറുത്, ബാക്കിയൊക്കെ മൽഊനീങ്ങളാണ്, ശപിക്കപ്പെട്ടവരാണ് എന്ന വിശ്വാസത്തോടു കൂടി നീങ്ങുന്ന അത്തരം വിശ്വാസങ്ങളോട് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ ഉൾക്കൊള്ളുന്ന ആർക്കും യോജിക്കാൻ കഴിയില്ല. ആ വിയോജിപ്പാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുക, കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കുക, ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. മരണം നിഴല് പോലെ ഒപ്പമുണ്ട്, ഒരുങ്ങിയിരിക്കുക, എപ്പം വന്ന് വിളിച്ചാലും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്
الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباد الله. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. മരണത്തിന് ശേഷം ഒരാളും ഒരാളെയും വിശുദ്ധനാക്കി പ്രഖ്യാപിക്കാനോ വിശുദ്ധനാണ് എന്ന് പറഞ്ഞു നടക്കാനോ അങ്ങനെയുള്ള ആളാണ് മഹത്വം എന്നുള്ള നിലയിൽ മഹത്വവൽക്കരണം ഉണ്ടാകുവാനോ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതാരായിരുന്നാലും ശരി. നമ്മളൊക്കെ ചിലപ്പോൾ ചില ആൾക്കാരെ കുറിച്ച് അദ്ദേഹത്തിന്റെ നന്മയും കാര്യങ്ങളും ഒക്കെ ഓർത്ത് പലതും പറയാറുണ്ട്. അതിനൊന്നും തെറ്റില്ല. മഹാസിന് പറയാം, നന്മകൾ പറയാം, പക്ഷെ മഹത്വവൽക്കരിക്കരുത്. ആ ഒരു മഹത്വവൽക്കരണം ഒരു ഭാഗത്ത് വരുമ്പോൾ ഇപ്പുറത്ത് ഇകഴ്ത്തൽ വരും. ഇതാണ് അതിന്റെ കാഴ്ചപ്പാട്. വിഷയം അതാണ്. ഇത് രണ്ടും ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മസീഹ് ഈസയെ അദ്ദേഹത്തിന് അനുചരന്മാര് പുകഴ്ത്തി പറഞ്ഞതുപോലെ എന്നെ നിങ്ങൾ പുകഴ്ത്തി പറയരുത് എന്ന് പറഞ്ഞു. എന്തേ കാരണം? വേറെ റൂട്ടിലേക്ക് തെറ്റും. അത് ഉണ്ടാകരുത്. അത് തന്നെ പറഞ്ഞു. ഇനി നോക്കുക, നിങ്ങൾ മരണവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു ചെറിയ സംഭവം നിങ്ങൾ കേട്ടോളി. ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്ന് പറയുന്ന സഹാബി മരണപ്പെട്ടു. അദ്ദേഹം ഒരു മുഹാജിർ ആയ സഹാബിയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെന്നപ്പോൾ ഞറുക്കിട്ട് സഹാബികളെ ഓരോരുത്തർ വീട്ടിലേക്ക് കൊണ്ടുപോയ സംഭവമൊക്കെ നമുക്കറിയാം, വിശദീകരിക്കുന്നില്ല. അങ്ങനെ ഞറുക്കിട്ട കൂട്ടത്തിൽ ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്ന് പറയുന്ന സഹാബിയെ കിട്ടിയത് ഉമ്മുൽ അലാ റളിയല്ലാഹു തആല എന്ന് പറയുന്ന ഒരു അൻസാരി സ്ത്രീക്കാണ് കിട്ടിയത്. ആ അൻസാരി സ്ത്രീ തന്റെ വീട്ടിൽ കൊണ്ടുപോയി പരിചരിച്ചു, പിന്നെ അവിടെ നിന്ന് അദ്ദേഹം ജീവിച്ചു. ഏറ്റവും നല്ല ആബിദായ മുത്തഖിയായ, അങ്ങേയറ്റം തഖ്വ തുളുമ്പുന്ന എന്ന് നമ്മൾ പറയുന്നില്ല, ആ ശൈലി എന്ന് ഞാൻ പറയട്ടെ, അങ്ങനെയുള്ള ഒരു വ്യക്തിയായി അദ്ദേഹം ജീവിച്ചു മരണപ്പെട്ടു. മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോടുള്ള ഇഷ്ടവും താല്പര്യവും സ്നേഹവും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് ആ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ഇബ്നു മദ്ഊനെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ, മയ്യത്ത് കാണാൻ വേണ്ടി ചെന്നപ്പോൾ ആ സ്ത്രീ നിന്നുകൊണ്ട് പറയുകയാണ്, റഹ്മത്തല്ലാഹു അലൈക യാ അബസ്സാഹിബ്, ഏ അബുസാഹിബ്, അല്ലാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ. ഫശഹാദതി അലൈക ലഖദ് അക്രമക്കല്ലാഹ്, അല്ലാഹു നിങ്ങളെ ആദരിച്ചിരിക്കുന്നു എന്നതിന് ഞാൻ സാക്ഷിയാണ്. ആ സ്ത്രീ പറയാണ്, ഉമ്മുൽ അലാ റളിയല്ലാഹു തആല അൻഹ. അള്ളാഹുവിന്റെ റഹ്മത്തുണ്ടാകട്ടെ, അല്ലാഹുമ്മ റഹ്മഹു എന്ന് പറയുന്നതിന് തുല്യമാണ്. അത് പോട്ടെ. അതിന് ശേഷം പറഞ്ഞ വാചകം ഇതാണ്, നിങ്ങളെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു എന്നതിന് ഞാൻ സാക്ഷിയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിനക്കെങ്ങനെ അറിയാം? അല്പം പിന്നെ രൂക്ഷതയോടുകൂടി തന്നെയാ ചോദിച്ചെന്നാണ് ഹദീസ്. നിനക്കെങ്ങനെ അറിയാം അദ്ദേഹത്തെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു എന്ന്? അദ്ദേഹത്തിന് എല്ലാവർക്കും മരണം വരുന്നത് പോലെ വന്നു. ആ മരണം സംഭവിച്ചു. വല്ലാഹി ഇന്നി ലഅർജുൽ ഖൈർ, അദ്ദേഹത്തിന് ഞാൻ നന്മ ആഗ്രഹിക്കുകയാണ് എപ്പോഴും എന്ന് പറഞ്ഞപ്പോൾ, എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വമാ അദ്രി വഅന റസൂലുള്ളാഹി മാ യുഫഅലു ബി, എന്റെ കാര്യം, ഞാൻ റസൂലായിട്ട് എന്നെ ആദരിക്കുമോ ഇല്ലേ എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. പിന്നെ നീ എങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് അള്ളാഹു ആദരിച്ചിരിക്കുന്നു എന്ന് പറയുക എന്ന് ചോദിച്ച് താക്കീത് ചെയ്ത സംഭവം ചരിത്രത്തിൽ വായിക്കാം. എന്താ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്? എന്നിട്ട് ഈ സ്ത്രീ പറയാണ്, ഉമ്മുൽ അലാ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അള്ളാഹനെ തന്നെയാണ് സത്യം, പിന്നെ ആരെയും ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ആരെ കുറിച്ചും പറഞ്ഞിട്ടില്ല. ഒന്നുകൂടി കേട്ടോളി നിങ്ങൾ. അദ്ദേഹത്തിന്റെ മരണത്തെ കുറിച്ച് എനിക്ക് വലിയ ദുഃഖമുണ്ടായി, വിഷമമുണ്ടായി. എനിക്ക് ഉറക്കത്തിൽ സ്വപ്നത്തിൽ കാണിക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ അരികിലൂടെ അരുവി ഒഴുകി പോകുന്നത്. ഞാൻ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ ദൂതരെ, ഇങ്ങനെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ദാലിക അമലുഹു, അത് അദ്ദേഹത്തിന്റെ പ്രവൃത്തിക്കുള്ള അംഗീകാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു. എത്ര നല്ല മരണങ്ങളാണ് അതൊക്കെ, ആലോചിച്ചു നോക്ക്. അവിടെ പോലും റസൂല് തിരുത്തിയ ആ തിരുത്തലാണ് നമുക്ക് വേണ്ടത്. ആരെയും നമ്മൾ വാഴ്ത്തി അങ്ങ് മുകളിലേക്ക് കൊണ്ടുപോകേണ്ട. ആ വാഴ്ത്തി കൊണ്ടുപോലെ ഈ ശീസത്തിനുള്ള ഏറ്റവും വലിയൊരു തകരാറ് വ്യക്തിപൂജ, വീരാരാധന, ഖബർ പൂജ, ഇങ്ങനെയുള്ളതൊക്കെയാണ്. അതിനോട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഹ്ലു സുന്നത്തിന് യോജിക്കാൻ കഴിയില്ല. അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി നമ്മൾ മനസ്സിലാക്കിയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടത്.
ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്തു പോയവർ അവരുടെ കർമ്മങ്ങളുമായി അള്ളാഹുവിന്റെ അടുക്കൽ ഉണ്ടാകും. ഏറ്റവും മോശമായിട്ടാണ് പോണെങ്കിൽ അവരും ഉണ്ടാകും. ഓരോരുത്തർക്ക് ലഭിക്കേണ്ട പ്രതിഫലവും ലഭിക്കും, ശിക്ഷയും ലഭിക്കും, ഒരു സംശയമില്ല. അതാണ് എന്ന് പറഞ്ഞത്. ആ വിജയം നേടാനായിരിക്കട്ടെ നമ്മുടെ ശ്രമം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കി പ്രമാണങ്ങളുടെ പിൻബലത്തോടെ ജീവിതത്തിൽ പകർത്തുന്ന വിശ്വാസിനികളുമായി തീരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നേരത്തെ ഞാൻ പറഞ്ഞ നമ്മുടെ ആ സ്നേഹിതനായ ഷാജഹാൻ സാഹിബിന്റെ മരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അദ്ദേഹത്തെയും നമ്മളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മരണം കൊണ്ട് ആ കുടുംബത്തിനുണ്ടായ പ്രയാസങ്ങളെ അതിജയിക്കാനുള്ള തൗഫീഖ് അള്ളാഹു ആ കുടുംബത്തിന് അള്ളാഹു പ്രദാനം ചെയ്തു കൊടുക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് ക്യാൻസർ എന്ന് പറയുന്ന മാറാ രോഗം പിടിപെട്ടിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പല കോണുകളിൽ നിന്നും ഇങ്ങനെ മെസ്സേജും ഫോണും അറിയിപ്പും ഒക്കെ വരാറുണ്ട്. പലതരത്തിലുള്ള ക്യാൻസർ രോഗങ്ങൾ, വല്ലാത്ത ഒരു അവസ്ഥയാണ് അവരൊക്കെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏത് തരത്തിലുള്ളതായിരുന്നാലും അതൊക്കെ അള്ളാഹു അവർക്ക് പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് വേദനകൾ അവര് തിന്നുന്നുണ്ട്. ആ വേദന അള്ളാഹു സുബ്ഹാനഹു വ തആല ലഘൂകരിച്ചു കൊടുക്കുമാറാകട്ടെ. അതിൽ പ്രത്യേകിച്ച് ഞാൻ പറയാം, നമ്മുടെ ഈ കോളേജിൽ BA പഠിച്ച് പാസ്സായി പോയ ഒരു പെൺകുട്ടി വളരെ പ്രയാസത്തിൽ ഹോസ്പിറ്റലിലാണ്. ഓപ്പറേഷൻ ചെയ്യാൻ പോലും കഴിയാത്ത ബുദ്ധിമുട്ടിലാണ്. ഇങ്ങനെയൊക്കെയുള്ള രംഗങ്ങൾ ഉണ്ട് നമുക്ക്. അള്ളാഹു ആ പെൺകുട്ടിക്ക് വേഗം ആശ്വാസം നൽകുമാറാകട്ടെ. അതുപോലെ എല്ലാവർക്കും ഇങ്ങനെയുള്ള മാരകമായ രോഗങ്ങൾക്ക് വിധേയരായി പ്രയാസം അനുഭവിക്കുന്ന അവസ്ഥയിൽ നിന്ന് നാം ഏവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഞാൻ പ്രാർത്ഥനയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ കളക്ഷന്റെ ദിവസമാണ്, രണ്ടാമത്തെ വെള്ളിയാഴ്ച. ഈ പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെയുള്ള മോചനവും ശമനവും ഒക്കെയായി ധർമ്മത്തെ നമുക്ക് കാണാം. അക്കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹു ഇഷ്ടപ്പെട്ട പ്രവൃത്തികൾ ചെയ്തും അവൻ ഇഷ്ടപ്പെട്ട നിലയിൽ ദാനധർമ്മങ്ങൾ ചെയ്തും അവനോട് പ്രാർത്ഥിച്ചും നമ്മൾ തെറ്റുകളിൽ നിന്ന് അകന്നു നിന്നും എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും അകന്ന് ജീവിക്കാൻ, ബുദ്ധിമുട്ടിൽ നിന്നും അകന്ന് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നല്ല ജീവിതം നയിച്ച് അള്ളാഹുവിന്റെ സന്തോഷത്തോടുകൂടി കണ്ടുമുട്ടാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. മഴയുമായി ബന്ധപ്പെട്ട് പലയാതിയുള്ള ബുദ്ധിമുട്ടുകൾ, വീണ്ടും വയനാട് നിന്നൊക്കെ പല സംഭവങ്ങളും നമ്മൾ കേട്ടു തുടങ്ങി. അങ്ങനെ ഉണ്ടാകാവുന്ന വിപത്തുക്കളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നല്ല സാഹചര്യം എല്ലാ രംഗത്തും അള്ളാഹു നമുക്ക് ഒരുക്കി തരുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അള്ളാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة